ഇപ്പോൾ കേടെറ്റ് കാറ്റഗറി 1 പരീക്ഷയിൽ ഗണിതശാസ്ത്രത്തിൽ പലിശ, കൂട്ടുപലിശ എന്ന മേഖലയിൽ നിന്നും ചോദിക്കാവുന്ന ഒരു പ്രശ്നമാണ് ഇന്നിവിടെ പരിചയപ്പെടുത്തുന്നത്. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് ചോദ്യം എന്താണെന്ന് നോക്കാം. ദിലീപ് ഒരു ബാങ്കിൽ നിന്നും 36,000 രൂപ കടം വാങ്ങി. പലിശ നിരക്ക് 10%. 2 വർഷത്തേക്കുള്ള പലിശ ഉൾപ്പെടെ ഈ സംഖ്യ 24 മാസത്തവണകളായി തിരിച്ചടയ്ക്കാൻ അയാൾ തീരുമാനിച്ചു. ഓരോ മാസവും എത്ര രൂപ വീതം തിരിച്ചടയ്ക്കണം? നമുക്ക് ഒരു മാസം എത്രയാണ് തിരിച്ചടയ്ക്കേണ്ടത് എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇത് സാധാരണ പലിശ ഉൾപ്പെടുന്ന ഒരു പ്രശ്നമാണ്. കൂട്ടുപലിശ ഉൾപ്പെടുന്ന പ്രശ്നമാണെങ്കിൽ കൂട്ടുപലിശ എന്ന് തന്നെ ക്വസ്റ്റ്യനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. നമുക്ക് എങ്ങനെ ഉത്തരം കണ്ടുപിടിക്കുമെന്ന് നോക്കാം. സാധാരണ പലിശയുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ പലിശ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് I=PNR/100 എന്നുള്ളത്. ഇവിടെ P എന്ന് പറയുന്നത് മുതലാണ്. മുതൽ 36,000 രൂപയാണ്. N എത്രയെന്ന് വർഷം 2, R റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 10/100. ഇത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ 7,200 രൂപ എന്ന് ലഭിക്കും. നമുക്ക് പലിശ 7,200 രൂപയാണ് ലഭിച്ചു. അപ്പോൾ ദിലീപിന് ആകെ അടയ്ക്കേണ്ട തുക എന്ന് പറയുന്നത് ആദ്യം കടം വാങ്ങിയ 36,000 കൂടെ ഈ 7,200 കൂട്ടി കിട്ടുന്ന 43,200 രൂപയാണ് 24 മാസത്തിനുള്ളിൽ ദിലീപിന് അടച്ചു തീർക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഓരോ മാസവും അടയ്ക്കേണ്ട തുക കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ടോട്ടൽ എത്രയാണായത്? നമുക്ക് അടയ്ക്കേണ്ട തുക 43,200 രൂപയാണ് ആകെ അടയ്ക്കേണ്ട തുക. അതിനെ 24 കൊണ്ട് ഹരിക്കുക. അപ്പം ഒരു മാസം അടയ്ക്കേണ്ട തുക ലഭിക്കും. അതായത് 43,200നെ 24 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് 1,800 എന്ന് ലഭിക്കും. അതായത് ഒരു മാസം ദിലീപിന് അടയ്ക്കേണ്ട തുക എന്ന് പറയുന്നത് 1,800 രൂപയായിരിക്കും. താങ്ക് യു.